ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലേൺ വിത്ത് SRG. അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് നമ്മുടെ പുതിയൊരു സ്ട്രാറ്റജിക്കയുടെ ഒരു ഭാഗത്തേക്കാണ്. നമ്മൾ നോക്കാൻ പോകുന്ന സെഷനാണ് വാട്ടർഫാൾസ്. പ്രധാനപ്പെട്ട കുറച്ച് വെള്ളച്ചാട്ടങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഏതൊക്കെയാണ് ആ ഒരു പ്രധാനപ്പെട്ട വാട്ടർഫാൾസ് എന്ന്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ട് വാട്ടർഫാൾസിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വാട്ടർഫാൾ. അപ്പോൾ വാട്ടർഫാളിൽ നമുക്ക് രണ്ട് രീതിയിൽ വലിപ്പം പറയാം. അതായത് തന്നെ ഏറ്റവും വലിപ്പം, ദ ലാർജസ്റ്റ് അല്ലെങ്കിൽ ബിഗ്ഗസ്റ്റ് വാട്ടർഫാളും, അല്ലെങ്കിൽ നമുക്ക് ഉയരം വെച്ച് പറയാം ഏറ്റവും ടാളസ്റ്റ് വാട്ടർഫാൾ. അപ്പോൾ ലോകത്തിലെടുക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും ടാളസ്റ്റ് വാട്ടർഫാളാണ് വെനിസ്വേലയിലെ ഏഞ്ചൽ ഫാൾസ്. കേട്ടോ, വെനിസ്വേല രാജ്യത്തിലെ ഏഞ്ചൽ വെള്ളച്ചാട്ടമാണ് ലോകത്തിലെ ഏറ്റവും ടാളസ്റ്റ് വാട്ടർഫാൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 979 മീറ്റർ ആണ്. ഇത് വെനിസ്വേലയിലെ തന്നെ ചുരൻ എന്ന് പറയുന്ന നദിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് ലോകത്തിലെ ഏറ്റവും ടാളസ്റ്റ് വാട്ടർഫാൾ. എന്നാൽ ലോകത്തിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് നോക്കിയാൽ, ലോകത്തിലെ ഏറ്റവും വലിപ്പമുള്ള വാട്ടർഫാൾ നോക്കിയാൽ അത് നമ്മുടെ കാനഡ, അമേരിക്ക രണ്ട് രാജ്യങ്ങളിലെ അതിർത്തിയാണ്. കാനഡയുടെയും അമേരിക്കയുടെയും അതിർത്തി കിടക്കുന്ന നയാഗ്ര വാട്ടർഫാൾ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ വാട്ടർഫാൾ. കേട്ടോ, ലോകത്തിലെ ഏറ്റവും ടാളസ്റ്റ് ചോദിച്ചാൽ വെനിസ്വേലയിലെ ഏഞ്ചലും, ലോകത്തിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ചോദിച്ചാൽ US കാനഡയിലെ നയാഗ്ര വാട്ടർഫാൾ ആണ് ലോകത്തിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് വാട്ടർഫാൾ എന്ന് പറയുന്നത്. ഈ നയാഗ്ര വാട്ടർഫാൾ എന്ന് പറയുന്നത് 3 വെള്ളച്ചാട്ടങ്ങളുടെ സംഗമ സ്ഥലമാണ്. ഏതൊക്കെ വാട്ടർഫാൾ എന്നറിയോ? ഒന്ന് ഹോഴ്സ് ഷൂ ഫാൾസും, മറ്റൊന്ന് അമേരിക്കൻ ഫാൾസും, മറ്റൊന്ന് ബ്രൈഡൽ വെയിൽ ഫാൾസും. ഇങ്ങനെ 3 വെള്ളച്ചാട്ടങ്ങളുടെ ഒരു സംഗമ സ്ഥലം കൂടിയാണ് ഇത് നയാഗ്ര വാട്ടർഫാൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് ഹോഴ്സ് ഷൂ ഫാൾസും, അമേരിക്കൻ ഫാൾസും, ബ്രൈഡൽ വെയിൽ ഫാൾസിൻ്റെയും ഒരു സംഗമ സ്ഥലം കൂടിയാണ് നയാഗ്ര വാട്ടർഫാൾ എന്ന് പറയുന്നത്. ഇത് കാനഡയിലെയും അമേരിക്കയിലെയും 2 പ്രധാനപ്പെട്ട ലേക്സിലാണ് ഇതിരിക്കുന്നത്. നിങ്ങൾ ഈ ഗ്രേറ്റ് 5 ലേക്സ് എന്ന് കേട്ടിട്ടുണ്ടോ? ഗ്രേറ്റ് 5 ലേക്സ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 5 തടാകങ്ങൾ, അതും നോർത്ത് അമേരിക്കയിലെ 5 തടാകങ്ങൾ ലേക്സ് ആണ് ഗ്രേറ്റ് 5 ലേക്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മിഷിഗം, ഹുറോൺ, ലേക്ക് സുപ്പീരിയർ വളരെ ഫേമസ് ലേക്കാണ്. എന്താണെന്നറിയോ? ലേക്ക് സുപ്പീരിയർ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രഷ് വാട്ടർ ലേക്ക്. കേട്ടോ, ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് സുപ്പീരിയർ. ദെൻ 4ാമത്തെ ലേക്കാണ് ലേക്ക് ഐറ്, ലേക്ക് ഒണ്ടേറിയോ. ഇങ്ങനെ 5 ലേക്ക്. ഈ 5 ലേക്കുകളെയാണ് നോർത്ത് അമേരിക്കയിലെ ഗ്രേറ്റ് 5 ലേക്സ് എന്ന് പറഞ്ഞത്. ആരൊക്കെയാണ്? എയർ, ഒണ്ടേറിയോ, മിഷിഗം, ഹുറോൺ, സുപ്പീരിയർ. ഇത് സുപ്പീരിയർ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രഷ് വാട്ടർ ലേക്ക്. ഇതില് അമേരിക്കയിലെ US-ലെ ഐറിലും നമ്മുടെ കാനഡയിലെ ഒണ്ടേറിയോ ലേക്കിലുമാണ് എന്തിരിക്കുന്നത്? നയാഗ്ര വാട്ടർഫാൾ. കേട്ടോ, നയാഗ്ര വാട്ടർഫാൾ ഇരിക്കുന്നത് ഇതിൽ 5-ലെ അമേരിക്കയിൽ നിന്നുള്ള എയർ ലേക്കിലും, അതുപോലെ തന്നെ നമ്മുടെ കാനഡയിൽ ഒരു സിറ്റി കൂടിയാണ് ഒണ്ടാരിയോ ലേക്കിലുമാണ് എന്തിരിക്കുന്നത്? ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ നയാഗ്ര വാട്ടർഫാൾ സ്ഥിതി ചെയ്യുന്നത്. കേട്ടോ, ഇതിലാണ് എയറിലും ഒണ്ടാരിയോയിലും. സോ ഇവരാണ് ലോകത്തിലെ ഏറ്റവും വലിയ 2 വെള്ളച്ചാട്ടങ്ങൾ. കേട്ടോ, ഇതിൽ ബിഗ്ഗസ്റ്റ് ചോദിച്ചാൽ നയാഗ്രയും, ടാളസ്റ്റ് ചോദിച്ചാൽ വെനിസ്വേലയിലെ ഏഞ്ചൽ വാട്ടർഫാളുമാണ്. ഇനി നമ്മൾ അടുത്ത് പോകുന്നത് ഇന്ത്യയിലേക്കാണ്. ഇന്ത്യയിലേക്ക് പോകുമ്പോൾ ആരൊക്കെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വാട്ടർഫാൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ നയാഗ്ര നമുക്ക് പരിചയപ്പെടാം. സോ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് വാട്ടർഫാൾ ആണ് നമ്മുടെ ഛത്തീസ്ഗഡിലെ ചിത്രകൂട്ട് വാട്ടർഫാൾ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ്, ഇന്ത്യയിലെ ഏറ്റവും വലിപ്പം, ശ്രദ്ധിക്കണേ, ഇന്ത്യയിലെ ഏറ്റവും വലിപ്പം ചെന്ന വാട്ടർഫാൾ ആണ് ഛത്തീസ്ഗഡിലെ ചിത്രകൂട്ട്. അവനെ ചിത്രകൂട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്ത്യയുടെ നയാഗ്ര എന്ന് പറയും. ഇന്ത്യയുടെ നയാഗ്ര, ദ നയാഗ്ര ഓഫ് ഇന്ത്യ. ചിത്രകൂട്ട് വാട്ടർഫാൾ. ഇത് ഛത്തീസ്ഗഡിലെ ഇന്ദ്രാവതി, നമ്മുടെ ഗോദാവരിയുടെ ഒരു ട്രിബ്യൂട്ടറി ആണ് ഇന്ദ്രാവതി നദി.
ആ ഇന്ദ്രാവതിയിൽ, നമ്മുടെ ഇന്ദ്രാവതി നാഷണൽ പാർക്ക് കേട്ടിട്ടുണ്ടായിരിക്കും, ഛത്തീസ്ഗഡിൽ. നമ്മുടെ ഛത്തീസ്ഗഡിലാണ് എന്ത് വരുന്നത്? ഇന്ത്യയിൽ എത്ര നാഷണൽ പാർക്കുണ്ട്? 106, 106 അല്ലേ? അതിൽ ഛത്തീസ്ഗഡിൽ വരുന്ന ഒരു നാഷണൽ പാർക്കാണ് ആര്? ഇന്ദ്രാവതി നാഷണൽ പാർക്ക്. ആ ഇന്ദ്രാവതി നാഷണൽ പാർക്കിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഈ ഒരു ഇന്ദ്രാവതി നദി ഇരിക്കുന്നത്. ആ നദിയിലാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് വാട്ടർഫാളായ ചിത്രാകൂട്ട്, ദ നയാഗ്ര ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ചിത്രാകൂട്ട് എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയാണ് ഛത്തീസ്ഗഡ് ഇന്ദ്രാവതി റിവറിൽ. ഇനി നമ്മൾ വേറൊരു വാട്ടർഫാളിനെയും ഇന്ത്യയുടെ നയാഗ്ര എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അത് നമ്മുടെ കർണാടക തമിഴ്നാട് ബോർഡറിലെ ഹൊക്കനക്കൽ ഫാൾസ് ആണ്. ഹൊക്കനക്കൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വാട്ടർഫാളിൽ മറ്റൊരു ഏറ്റവും ബിഗ്ഗസ്റ്റ് വാട്ടർഫാളിൽ വരുന്ന ഒരു വെള്ളച്ചാട്ടമാണ് ഇത്. നമ്മുടെ തമിഴ്നാട് കർണാടക അതിർത്തിയിലാണ് ഈ ഒരു ഹൊക്കനക്കൽ വാട്ടർഫാൾ. അപ്പോൾ ഏത് റിവർ ആയിരിക്കും? തമിഴ്നാട് കർണാടകയാണെങ്കിൽ ഏത് റിവറാണ്? യെസ്, ഏത് റിവർ? കാവേരി. നമ്മുടെ കാവേരി നദിയിലാണ് ഹൊക്കനക്കൽ വാട്ടർഫാൾ വരുന്നത് കേട്ടാ. ഈ രണ്ട് വാട്ടർഫാളുമാണ് ഇന്ത്യയുടെ നയാഗ്ര എന്നറിയും. ഇതിൽ ഏറ്റവും പ്രധാനം, ഇതിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് വാട്ടർഫാൾ ആരാ? ചിത്രാകൂട്ടാണ് കേട്ടാ. നമ്മൾ ഹൊക്കനക്കിനെ പറയാറുണ്ട് ഇന്ത്യയുടെ നയാഗ്ര എന്ന്. ഹൊക്കനക്കൽ പറഞ്ഞ എവിടെയാണ്? കാവേരി നദിയിൽ. എവിടെയാണ്? കർണാടക തമിഴ്നാട് ബോർഡറിലാണ് ഏത് വാട്ടർഫാൾ വരുന്നത്? ഹൊക്കനക്കൽ ഫാൾസ് വരുന്നത്. ഓക്കെ, ദെൻ നമ്മുടെ മൂന്നാമത്തെ വാട്ടർഫാൾ. ഇപ്പൊ ഈ വാട്ടർഫാളിന്റെ പേരാണ് കുഞ്ചിക്കൽ വാട്ടർഫാൾ എന്ന് പറയും. കുഞ്ചിക്കൽ നമ്മുടെ കർണാടകയിലാണ്. എന്താണ് കുഞ്ചിക്കലിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, കുഞ്ചിക്കലാണ് നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും ടാളസ്റ്റ് വാട്ടർഫാൾ, ഹയസ്റ്റ് വാട്ടർഫാൾ, ഏറ്റവും ഉയരം കൂടിയ. ഇപ്പൊ ലോകത്തിലുള്ള ഏഞ്ചൽ പോലെ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വാട്ടർഫാൾ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? കർണാടകയിലെ കുഞ്ചിക്കൽ വാട്ടർഫാൾ. ഇതിന്റെ ഹൈറ്റ് 455 മീറ്റർ ഉയരമുള്ള കുഞ്ചിക്കൽ വാട്ടർഫാളാണ് ഇന്ത്യയിലെ ഏറ്റവും എന്താണ് ടാളസ്റ്റ് വാട്ടർഫാൾ. ഇത് കർണാടകയിലെ വരാഹി എന്ന് പറയുന്ന നദിയിലാണ് ഇരിക്കുന്നത്. വരാഹി റിവർ കേട്ടോ, കർണാടകയിലെ വരാഹി നദിയിലാണ് ഇന്ത്യയിലെ ഏറ്റവും ടാളസ്റ്റ് വാട്ടർഫാൾ. ആര്? കുഞ്ചിക്കൽ വാട്ടർഫാൾ. ഏ സ്റ്റേറ്റ്? കർണാടക. നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദി ടാളസ്റ്റ് വാട്ടർഫാൾ ഇന്ത്യ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഓപ്ഷനിൽ കുഞ്ചിക്കൽ ഉണ്ടെങ്കിൽ ആൻസർ ആരാണ്? കുഞ്ചിക്കലാണ്. പക്ഷെ പലതവണയും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഓപ്ഷനിൽ ആര് കാണില്ല? കുഞ്ചിക്കൽ കാണില്ല. അങ്ങനെ ഓപ്ഷനിൽ കുഞ്ചിക്കൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരാളെ അടുത്ത ഓപ്ഷനിൽ നോക്കാം. അതാണ് കർണാടകയിലെ തന്നെ ജോഗ് വാട്ടർഫാൾ കേട്ടോ. കുഞ്ചിക്കൽ ഇല്ലെങ്കിൽ മാത്രം, കുഞ്ചിക്കൽ വാട്ടർഫാൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന അടുത്തൊരു ഉത്തരമാണ് കർണാടകയിലെ ശരാവതി റിവറിൽ ഇരിക്കുന്ന ജോഗ് വാട്ടർഫാൾ. എത്രയാ ഹൈറ്റ്? 253 മീറ്റർ ഉയരമുള്ള ജോഗ് വാട്ടർഫാൾ നമുക്ക് ആൻസറായി എടുക്കാം. ജോഗിന് വേറൊരു പേരുണ്ട്. ജോഗ് ഈസ് അതർവൈസ് നോൺ ആസ് ഗർസാപ്പോ വാട്ടർഫാൾ എന്നും അറിയപ്പെടും. ഗർസാപ്പോ വാട്ടർഫാൾ അഥവാ ജോഗ് വാട്ടർഫാൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നാണ്. പക്ഷെ ഏറ്റവും ഉയരം കൂടിയതല്ല. ഏറ്റവും ഉയരം കൂടിയത് ആരാ? കർണാടകയിലെ കുഞ്ചിക്കലാണ്. കുഞ്ചിക്കൽ ഇല്ലെങ്കിൽ നമുക്ക് ആരെ എടുക്കാം? ജോഗിനെ എടുക്കാം. ജോഗ് അഥവാ ഗർസ. നമ്മുടെ ഈ ഫിഗറിൽ കാണുന്ന ഇതാണ് ജോഗ് വാട്ടർഫാൾ. ഇത് ജോഗ് വാട്ടർഫാൾ ആണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നിങ്ങൾ കണ്ട ഇതിന്റെ വെള്ളം എങ്ങനെയാ? നല്ല ഉയരത്തിൽ നിന്നാണ് വീണത്. സോ ഇത് ഹൈറ്റ് ആണ്, നോട്ട് ബിഗ്ഗസ്റ്റ് വാട്ടർഫാൾ ഇന്ത്യയിൽ ആരാ ഏറ്റവും വലുത്? അത് ചിത്രാകൂട്ട്. അത് വീതിയാ. ബിഗ്ഗസ്റ്റ് നമ്മൾ നോക്കേണ്ട വീതിയാ. ഇത് ഹൈറ്റ് ആണ്, ഉയരമാണ്. സോ ഇന്ത്യയിലെ ഏറ്റവും ടാളസ്റ്റ് വാട്ടർഫാളിൽ ഒരു വാട്ടർഫാളാണ് ആര്? ജോഗ് വാട്ടർഫാൾ എന്ന് പറയുന്നത് കേട്ടോ. പക്ഷെ ജോഗിനേക്കാളും ഹൈറ്റ് ഉള്ളതാണ് ആര്? കുഞ്ചിക്കൽ വാട്ടർഫാൾ കേട്ടോ. ജോഗ് ഈസ് അതർവൈസ് നോൺ ആസ് ഗർസാപ്പോ. ജോഗിനിപ്പം ഒരു 4-5 മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ 2020 ജനുവരി മാസത്തേക്ക് വന്ന സമയത്ത് ജോഗിന് ഒരു പുതിയ പേരുടെ കിട്ടി. ജോഗിന്റെ പുതിയൊരു പേരാണ് മഹാത്മാ ഗാന്ധി വാട്ടർഫാൾ എന്നും വിളിക്കും. മഹാത്മാഗാന്ധി വെള്ളച്ചാട്ടം കേട്ടോ. ജോഗിന്റെ ഒരു പുതിയ പേര്. ജോഗ് വാട്ടർഫാൾ ഈസ് അതർവൈസ് നോൺ ആസ് മഹാത്മാഗാന്ധി വാട്ടർഫാൾ എന്നും അറിയപ്പെടുന്നു. അല്ലെങ്കിൽ മറ്റൊരു പേരാണ് ഗർസാപ്പോ വാട്ടർഫാൾ. എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ എവിടെയാ? കർണാടകയിലാണ് ഈ ഒരു വാട്ടർഫാൾ എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത്. സോ ചിത്രാകൂട്ടും ജോഗും തമ്മിൽ മാറിപ്പോവില്ല കേട്ടോ. കുഞ്ചിക്കലും തമ്മിലൊന്നും മാറിപ്പോവില്ല. ചിത്രാകൂട്ട് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് വലിപ്പം, വീതി വെച്ച് നോക്കിയാൽ, വിഡ്ത്ത് വെച്ച് നോക്കിയാൽ ഏറ്റവും വലുത് ചിത്രാകൂട്ട്. ഉയരം വെച്ച് നോക്കിയാൽ ആരാണ്? അത് കുഞ്ചിക്കൽ ഇല്ലെങ്കിൽ നമുക്ക് ആരെടുക്കാം? ജോഗിനെ എടുക്കാം. ജോഗ് വാട്ടർഫാൾ. കുഞ്ചിക്കലും ജോഗും ഒക്കെ സ്റ്റേറ്റില? കർണാടകയിൽ. അതിൽ ജോഗ് റിവർ പലവട്ടം ചോദിച്ചിട്ടുണ്ട്. ജോഗ് ഏത് റിവറില? കർണാടകയിലെ
ശരാവതി റിവറിലാണ് ജോഗ് വാട്ടർഫാൾ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഇന്ത്യയിലെ തന്നെ കുറച്ച് പ്രധാനപ്പെട്ട വാട്ടർഫാളിനെ പരിചയപ്പെടുത്തി തരാം. സോ നമുക്ക് ഏത് സ്റ്റേറ്റ് എന്ന് നോക്കാം. കുറച്ച് വാട്ടർഫാൾ. സോ അതിൽ ഫസ്റ്റ് വൺ ആണ് നമ്മുടെ ദൂദ്സാഗർ വാട്ടർഫാൾ. നമ്മുടെ ഗോവയിൽ ഇരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടമാണ് ദൂദ്സാഗർ. സോ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതാണ് ദൂദ്സാഗർ. ഒരുപാട് റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ ട്രെയിനിൽ കൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ആ സൈഡിൽ വലിയൊരു വെള്ളച്ചാട്ടം അല്ലേ, നമ്മുടെ ദൂദ്സാഗർ വാട്ടർഫാൾ. എവിടെയാണ്? ഗോവയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ചെന്നൈ എക്സ്പ്രസ് സിനിമയിലൊക്കെ നമുക്ക് കാണാൻ പറ്റുമല്ലോ ഈ വാട്ടർഫാൾ. സോ ഇതാണ് ദൂദ്സാഗർ വാട്ടർഫാൾ. ഇത് എവിടെയാണ് വരുന്നത്? ഗോവയിൽ മണ്ടോവി റിവർ ആണ് കേട്ടോ. മാണ്ടോവി, നമ്മുടെ ഗോവയിലെ നദിയാണ് ആര്? മാണ്ടോവി. ഗോവയിലെ മാണ്ടോവി നദിയിലാണ് ഈ ഒരു ദൂദ്സാഗർ വാട്ടർഫാൾ എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ബ്യൂട്ടിഫുൾ വാട്ടർഫാൾ ഒരാളാണ് ആര്? ഈ ദൂദ്സാഗർ. എവിടെയാണ്? ഗോവ. ദെൻ രണ്ടാമത്താണ് നമ്മുടെ മേഘാലയയിലെ നോക്കലിക്കൈ വാട്ടർഫാൾ കേട്ടോ. മേഘാലയ വെള്ളച്ചാട്ടങ്ങളുടെ ഒരു നാട് തന്നെയാണ് മേഘാലയ. ഇഷ്ടംപോലെ വാട്ടർഫാൾസ് ഉള്ള ഒരു സ്റ്റേറ്റ് ആണ് ആര്? മേഘാലയ. മേഘാലയയിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഒരു വാട്ടർഫാൾ ആണ് നോക്കലിക്കൈ വാട്ടർഫാൾ. നോക്കലിക്കൈ എവിടെയാണ്? മേഘാലയ. ദെൻ അടുത്തത് നമ്മുടെ കേരളത്തിന്റെ സ്വന്തം ആതിരപ്പള്ളി വാട്ടർഫാൾ അല്ലെ, നമ്മുടെ തൃശ്ശൂർ ചാലക്കുടി അല്ലെ, നമ്മുടെ ചാലക്കുടി പുഴയിലിരിക്കുന്ന, തൃശ്ശൂരിലെ ചാലക്കുടി പുഴയിലിരിക്കുന്ന ആതിരപ്പള്ളി. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വാട്ടർഫാൾസിൽ ഒരു വാട്ടർഫാൾ ആര്? ആതിരപ്പള്ളി വാട്ടർഫാൾ അല്ലെ. ദെൻ ഫോർത്ത് വൺ നമ്മുടെ മധ്യപ്രദേശിലെ ദുആന്തർ വാട്ടർഫാൾ. വളരെ പ്രധാനപ്പെട്ട ഒരു വെള്ളച്ചാട്ടമാണ് കേട്ടോ. മാറിപ്പോവല്ലേ, ദൂദ്സാഗറും ദുആന്തറും. ദൂദ്സാഗർ ആണ് ഗോവയിൽ, ഇത് ദുആന്തർ അല്ലെങ്കിൽ ഇതിന് വേറൊരു പേരുണ്ട്, മാർബിൾ വെള്ളച്ചാട്ടമെന്നും അറിയപ്പെടും. മാർബിൾ ഫാൾസ് കേട്ടോ. മധ്യപ്രദേശിലെ ദുആന്തർ വാട്ടർഫാളിന്റെ മറ്റൊരു പേര് എന്താണ്? മാർബിൾ വെള്ളച്ചാട്ടം എന്ന് പറയും. മാർബിൾ വെള്ളച്ചാട്ടം ഇത് മധ്യപ്രദേശിൽ നമ്മുടെ നർമ്മദ റിവറിലാണ് ഇതിരിക്കുന്നത് കേട്ടോ. ദുആന്തർ എവിടെയാണ്? മധ്യപ്രദേശിലെ നർമ്മദ നദിയിൽ, നർമ്മദ റിവറിലാണ് ദുആന്തർ വാട്ടർഫാൾ വരുന്നത്. അതിന്റെ മറ്റൊരു പേരാണ് മാർബിൾ വെള്ളച്ചാട്ടം എന്നും അറിയപ്പെടും. ഓക്കെ, ദെൻ അടുത്തൊരു വാട്ടർഫാൾ ആണ് നമ്മുടെ ഷില്ലോങ്ങിലെ എലിഫന്റ് ഫാൾസ് കേട്ടോ. ഷില്ലോങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെള്ളച്ചാട്ടമാണ് എലിഫന്റ് ഫാൾസ്, എലിഫന്റ് വെള്ളച്ചാട്ടം. എവിടെയാണ്? ഷില്ലോങ്. അടുത്ത് നമ്മുടെ രാജസ്ഥാനിലെ ബിംലാറ്റ് ഫാൾസ്. രാജസ്ഥാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാട്ടർഫാൾ ആണ് ബിംലാറ്റ്. ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന എല്ലാം ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയ വാട്ടർഫാൾസ് ആണ് കേട്ടോ. സോ ഇതൊന്നും മിസ് ചെയ്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വാട്ടർഫാൾ മാത്രമേ ഞാൻ ഈ ഒരു എടുത്തിട്ടുള്ളൂ. സോ രാജസ്ഥാനിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെള്ളച്ചാട്ടമാണ് ബിംലാറ്റ് വാട്ടർഫാൾസ്. ദെൻ ലാസ്റ്റ് ഒഡീഷയിലെ ബരാഹി പാനി വാട്ടർഫാൾ. എവിടെയാണ്? ഒഡീഷ. ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ വാട്ടർഫാൾസിൽ മറ്റൊരു വാട്ടർഫാളാണ് ഇത് ബരാഹി പനി വാട്ടർഫാൾസ്. എവിടെയാണ്? ഒഡീഷയിലാണ് ഈ ഒരു വെള്ളച്ചാട്ടം വരുന്നത്. സോ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട വാട്ടർഫാൾസ്? ഒന്ന് നമ്മുടെ ഗോവയിലെ ആര്? മണ്ടോവി റിവറിലെ ആര്? ദൂദ്സാഗർ. അതുപോലെ ദുആന്തർ ഉണ്ട്. ദുആന്തർ എവിടെയാ? മധ്യപ്രദേശിൽ. ഏത് റിവറിൽ? നർമ്മദയിലാണ് ദുആന്തർ അഥവാ മാർബിൾ വെള്ളച്ചാട്ടം. അതുപോലെ മേഘാലയയിലെ ഏറ്റവും ടാളസ്റ്റ് വാട്ടർഫാൾ ആര്? നോക്കലിക്കൈ വാട്ടർഫാൾ, മേഘാലയ. ദെൻ നമ്മുടെ കേരളത്തിലെ ആതിരപ്പള്ളി. എലിഫന്റ് ഫാൾസ് എവിടെയാ? ഷില്ലോങ്ങിലാണ് എന്ത് പറഞ്ഞത്? എലിഫന്റ് ഫാൾസ്. അതുപോലെ രാജസ്ഥാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെള്ളച്ചാട്ടമാണ് ഇത് ബിംലാറ്റ് വാട്ടർഫാൾ. അതുപോലെ ഒഡീഷ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് വാട്ടർഫാൾ ആണ്, ഒരു PYQ ആണ് കേട്ടോ. PYQ ആണ്. ഒഡീഷയിലെ ബരാഹി പനി വാട്ടർഫാൾ. എവിടെയാണ്? ഒഡീഷ. സോ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്? കുറച്ച് പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങളാണ്. സോ നമ്മൾ ആദ്യം പഠിച്ച ചിത്രാകൂട്ടും കുഞ്ചിക്കലും മാറിപ്പോവരുത്. അതാണ് ഏറ്റവും പ്രധാനം. അത് പലപ്പോഴും കുട്ടികൾ തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഏറ്റവും വലുതെന്ന് പറയുമ്പോൾ എപ്പോഴും ചാടിക്കയറി ജോഗ് എടുക്കും. ജോഗ് വലുതല്ല, ജോഗ് ഏറ്റവും ടാളസ്റ്റിൽ വരുന്നതാണ് കേട്ടോ. പക്ഷേ ഏറ്റവും ടാളസ്റ്റ് ജോഗും അല്ല. ആരാണ്? കുഞ്ചിക്കലാണ്. കുഞ്ചിക്കൽ ഇല്ലെങ്കിൽ മാത്രങ്ങൾ ആരെടുക്കുക? ജോഗിനെ എടുക്കുക. ഏറ്റവും വലിയ വാട്ടർഫാൾ എന്ന് പറഞ്ഞാൽ നയാഗ്ര ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ നയാഗ്ര എന്നറിയപ്പെടുന്നത് ആരും ചോദിച്ചാൽ ആരാണ്? അത് നമ്മുടെ ചിത്രാകൂട്ട്, ഛത്തീസ്ഗഡിലെ ചിത്രാകൂട്ടാണ് ഇന്ത്യയുടെ നയാഗ്ര എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ വാട്ടർഫാൾ. സോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കുറച്ച് പ്രധാനപ്പെട്ട ഇന്ത്യയിലെ വെള്ളച്ചാട്ടങ്ങളും അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യമാണ് നമ്മൾ കണ്ടത്. നമുക്ക് നെക്സ്റ്റ് പുതിയൊരു ടോപ്പിക്കുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ്. ഓക്കെ, താങ്ക് യു.